ഇത് എന്റെ വാഴത്തോട്ടമാണ് കേട്ടാ. ഈ വർഷത്തെ കർഷകശ്രീ അവാർഡ് എനിക്ക് തന്നെ. ആരാ എന്റെ വാഴ ഓട്ടക്കകത്ത് കയറ്റിക്കൊണ്ട് പോണത്? അയ്യോ, വാഴ ഓട്ടക്കകത്ത് കയറ്റിക്കൊണ്ട് പോകും നോക്കിയല്ലേ അമ്മച്ചി. ആക്സിഡന്റ് ആക്സിഡന്റ്. നാട്ടുകാരെ ഓടി പറഞ്ഞേ, വാഴ ഇടിച്ചേ വാഴ ഇടിച്ചേ. വാഴ ഇടിച്ചേ വാഴ ഇടിച്ചെന്നല്ല, ഓട്ട ഇടിച്ചേന്ന് പറ. ഏതോ ഒരു വാഴ ഓട്ട ഇടിച്ചു വന്ന് എന്റെ വാഴ ഇടിച്ചേ. നാട്ടുകാരെ ഓടി വരണേ. എടോ കാടാ എന്റെ കർഷകശ്രീ അവാർഡ്. നീ കാരണം ഈ വർഷത്തെ കർഷകശ്രീ അവാർഡ് എനിക്ക് പോയത്. സത്യം പറയടാ, എന്റെ വാഴത്തോട്ടം നശിപ്പിക്കാനായിട്ട് എന്റെ നാത്തൂൻ നിന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടേല്ലേ? അതിന് നിങ്ങളെ നാത്തൂന് അറിയാവോ? പിന്നെ എനിക്ക് എന്റെ നാത്തൂന് അറിഞ്ഞൂടെ? അയ്യോ, എനിക്ക് നിങ്ങളെ നാത്തൂന് അറിയാവോന്ന്. അറിയാതിരിക്കണേണ് നല്ലത്. എന്റെ പൊന്നുമക്കളെ, ഇതുപോലെ കുശുമ്പ് പിടിച്ചൊരു സാധനം ഈ ലോകത്ത് വേറെ ഇല്ല. അടുത്തവര് രക്ഷപ്പെടണത് ഇവക്ക് കണ്ടെടുത്താ കണ്ടുകൂടാ. ഒരു പരിചയം ഇല്ലാത്ത ആൾക്കാരെടുത്ത് മറ്റുള്ളവരെ കുറ്റം പറയും. അതാണ് ഇവിടെ മെയിൻ പരിപാടി. ഏഷണി പിങ്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടുകാർക്ക് മൊത്തം അറിയാം. എല്ലാരും എന്നെ പോലെ ഇങ്ങനെ നിഷ്കളങ്കി ആവണമെന്നില്ല. പറന്നോണ കാക്കയെ വരെ കുറ്റം പറയും. ആര്? യാസിനി പിങ്കിയാ? അല്ല, ഞാൻ കാക്കയൊന്നുമില്ല, പൂജയൊന്നുമില്ല. ഞാൻ പറയുന്ന ചെയ്യും. അതുകൊണ്ട് മക്കളെ, കൂടുതൽ അവളടുത്ത് കൂട്ടുകൂടാൻ നിൽക്കണ്ട. ഇല്ല അമ്മച്ചി, ഇല്ല, കൂട്ടൂടില്ല. ഞാൻ ഈ പറഞ്ഞ കാര്യം വല്ലോ അവളെ ചെവിയിലെത്തിയാൽ ഇല്ല, പറയൂല. എന്നാ നീ പോക്കോ. ശരി, പോട്ടെ അമ്മച്ചി. നില്ലടാ അവിടെ. എന്റെ കർഷകശ്രീ നശിപ്പിച്ചിട്ട് നീ മുങ്ങാൻ നോക്കണ്ട. എനിക്ക് കിട്ടാനുള്ള നഷ്ടപരിഹാരം തന്നിട്ട് നീ ഇവിടെ നിന്ന് പോയാ മതി. അയ്യോ, ആദ്യം ഒന്ന് ഈ ആട്ടം ഒന്ന് തള്ളി ഒന്ന് റോഡിലോട്ടാക്കി താ, എന്നിട്ട് ഞാൻ വീട്ടിൽ പോയി നഷ്ടപരിഹാരം എടുത്തിട്ട് വരാം. നടക്കില്ല. നീ എന്നെ പറ്റിക്കാം എന്നൊന്നും വിചാരിക്കണ്ട. എനിക്ക് നഷ്ടപരിഹാരം തരാൻ ഞാൻ നിന്നെ ഇവിടെ നിന്ന് വിടൂല. എന്തരുത്, ഒരാളിവിടെ അപകടം പറ്റി കിടക്കുമ്പോഴാണോ അമ്മച്ചി ഇങ്ങനെ കിടന്ന വഴക്കൂടുന്നത്? മര്യാദക്ക് എനിക്ക് കിട്ടാനുള്ള നഷ്ടപരിഹാരം തന്നോ? തന്നില്ലെങ്കിൽ പിന്നെ ഞാൻ നോക്കിക്കോ. നിന്നെ ഇതുപോലെ എടുത്ത് നിന്നെ ഞാൻ വലിച്ച് ഇങ്ങനെ കീറിയെടുക്കും. ഞാൻ വലിച്ച് കീറി ചവിട്ടി കൂട്ടി. അയ്യോ, എന്തോ ഇവിടെ പ്രശ്നം? ഈ വാഴത്തോട്ടം വന്ന് എന്റെ വണ്ടിയിലിടിച്ച്. അമ്മച്ചി, വാഴ നടുമ്പോ നല്ല വാഴ നടണം കേട്ടോ. വാഴത്തോട്ടം വന്ന് നിന്റെ ഓട്ടോയിലിടിച്ചെന്നാ? അയ്യോ, അതല്ല, ഞാൻ ഈ ഗൂഗിൾ മാപ്പ് നോക്കി ഇങ്ങ് വരെയായിരുന്നു. വഴി അങ്ങ് തെറ്റി ആട്ടോ കൊണ്ടതാ ഈ വാഴത്തോട്ടത്തിൽ ഇടിച്ചങ്ങ് നിൽക്കുകയായിരുന്നു. ആ ആപ്പ് തെറ്റാണെന്ന് അത് ഉണ്ടാക്കിയവർക്ക് തന്നെ അറിയാം. അതുകൊണ്ടാണ് ഗൂഗിളേ മാപ്പ് എന്ന് തന്നെ ആപ്പിന്റെ പേരിട്ടത്. എന്നാൽ ആ ഗൂഗിൾ മാപ്പിലെ ചേച്ചി പറയുമ്പോ വല്ലാത്തൊരു സുഖം. എടോ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത പെണ്ണിന്റെ വാക്ക് കേട്ട് തിരിയാനും വളയാനും നടക്കുന്നവനല്ലേടാ നീ. തെറ്റാ തള്ള പറഞ്ഞിട്ട് കേൾക്കാത്ത നിനക്കൊക്കെ ഇത് തന്നെ വേണം. Turn left. പെണ്ണാ, നീ നിർത്തിക്കോ. കൊറേ നേരമായി നീ ചാച്ചിയുടെ അടുത്തല്ലേ കേട്ടാ. ചാച്ചിയല്ലേ? ഞാൻ മെമ്പറാണേലും ആരാണേലും സത്യത്തിലില്ല, ഇത് അറിഞ്ഞോണ്ട് ചെയ്തതല്ല. എന്റെ പൊന്നുണ്ണ, ഇവൻ കള്ളം പറയാനാണ്. ഇവൻ മനഃപൂർവ്വം ചെയ്തതാണ്. അയ്യോ, സത്യത്തില്ല. മെനങ്ങാന്ന് ഞാൻ എന്റെ വണ്ടി എടുത്തിട്ട് ആശുപത്രി കിടക്കുന്ന അപ്പൂപ്പനാണ് സത്യം. ഞാനത് സത്യമായിട്ട് എനിക്ക് അറിഞ്ഞോണ്ട് ചെയ്തതല്ല. എടാ, നീ മനഃപൂർവ്വം അപ്പൂപ്പൻ ഇടിച്ചിട്ടേലാടാ. അയ്യോ, ഇന്നിടിച്ചിട്ട് ഈ വാഴകളാണ് സത്യം. അതും മനഃപൂർവ്വം ചെയ്തതല്ല. എന്റെ അമ്മച്ചി, അവൻ മനഃപൂർവ്വം ചെയ്തതല്ല. കണ്ട മെമ്പറിന് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. അതവന്റെ ഹോബി അമ്മച്ചി. സത്യം മക്കളെ, സത്യം. നീ എനിക്ക് മര്യാദക്ക് നഷ്ടപരിഹാരം 25,000 രൂപ തന്നേ പറ്റൂ. 25,000 രൂപ? 4 വാഴയ്ക്ക്, പിന്നെ അതിന്റെ 4 വാഴക്കൊലകള്, അതിന്റെ കുഞ്ഞുങ്ങള്. വാഴയുടെ വംശത്തിൽ വംശനാശം വരുത്തി കളഞ്ഞില്ലേടാ കുലദ്രോഹി. സത്യമായിട്ടും അതൊന്നും അറിഞ്ഞോണ്ടല്ലേ മെമ്പറെ. പ്ലീസ് ഒന്ന് പറഞ്ഞോട്. എടാ, ഞാനൊരു കാര്യം ചെയ്യ. നിന്റെ കയ്യില് പൈസ ഇല്ല? ഇല്ല. അമ്മച്ചിക്ക് ഞാൻ മെമ്പറായിട്ട് അമ്മച്ചിക്ക് എന്നെ ബബ്ബയാന്നേ. എടാ, ഭയഭക്തി ബഹുമാനം. എന്ന് വെച്ചാ എടാ, അവർക്കെന്നെ പേടിയാന്ന്. പേടി? ഒരു കാര്യം ചെയ്യ, അവരുടെ അടുത്ത് പറയാം, അമ്മച്ചിയുടെ അടുത്ത് പറയാം. നീ നോക്കോ. അമ്മച്ചി, അങ്ങോട്ട് വാ. അല്ല, ഞാൻ അങ്ങോട്ട് വരാം. കോമഡിയാണ് അമ്മച്ചി.